ഹലോ ഗൈസ്, അങ്ങനെ രവിക്ക് വീണ്ടും അസുഖം കൂടുന്നുണ്ട്. സച്ചിയാണെങ്കിൽ വർഷയൊന്ന് മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അച്ഛൻ അസുഖം കൂടിയെന്നറിഞ്ഞപ്പോ സച്ചിക്ക് ഉള്ളതിനേക്കാൾ ദേഷ്യം കൂടുകയാണ്. അവളെ ഞാൻ ശരിയാക്കും. അവളും അവനും കൂടി ചേർന്ന അച്ഛനിപ്പോ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഇനി അവർക്ക് മതിയായില്ലെന്നാ തോന്നുന്നത്. രണ്ടിനും എന്റെ കയ്യിൽ കിട്ടട്ടെ. ഇങ്ങനെ ഇത് തന്നെ നിരന്തരം സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ശ്രീകാന്തും വർഷയും ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട്. പിന്നെയുള്ള കാര്യം പറയണ്ടല്ലോ. സച്ചി വെറുതെ ഇരിക്കോ? സച്ചി നേരെ പോകുന്നത് കൊല്ലാനുള്ള ദേഷ്യത്തിൽ വർഷയുടെ അടുത്തോട്ടാണ്. എന്നാൽ ചുറ്റിലുള്ള എല്ലാവരും സച്ചിയെ പിടിച്ചു മാറ്റി നിർത്തുകയാണ്. എന്തായാലും സച്ചി അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അച്ഛന് വേണ്ടി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന രേവതിയും സച്ചിയെയും അമ്മയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതി നീ വേണമെങ്കിൽ വീട്ടിൽ പൊയ്ക്കോ, നിങ്ങളും രേവതിയുടെ കൂടെ വേണമെങ്കിൽ പൊക്കോ. ഇപ്പൊ തൽക്കാലം ഞാൻ മതി ഇവിടെ. അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഏയ് അത് പറ്റില്ല, എന്റെ രവിയേട്ടൻ ഇട്ടേച്ച് ഞാൻ എങ്ങോട്ടും വരില്ല. എന്നാ പിന്നെ രേവതി നീ പൊയ്ക്കോ, നീ ഒന്നും കഴിച്ചില്ലല്ലോ, പോകുന്ന വഴിക്ക് എന്തേലും കഴിച്ചിട്ട് പോ. ഏയ് വേണ്ട സച്ചേട്ടാ, അച്ഛന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവട്ടെ. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ ചന്ദ്ര ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, അത് വേണ്ട, നീ ഇവിടെ നിന്നാൽ എങ്ങനെയാ ശരിയാവുക? അവിടെ വർഷയും ശ്രുതിയൊക്കെ ഒറ്റയ്ക്കാ, അവർക്ക് കഴിക്കാൻ ആരാ ഉണ്ടാക്കി കൊടുക്കുക? ഇത് കേട്ടപ്പോ തന്നെ സച്ചിക്ക് ദേഷ്യം വരാൻ കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഹോ അപ്പൊ നിങ്ങൾക്ക് അവരെ വയറ് നിറയ്ക്കാനിട്ടാ ഇവിടെ ഒരു മനുഷ്യൻ കിടക്കുക ഹോസ്പിറ്റലിൽ. അപ്പോഴും അവരുടെ വയറ് നിറയണം. നിറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാലും അച്ഛനെ കൊല്ലാൻ നോക്കി അവളുടെ വയറ് നിറയ്ക്കണം അല്ലേ? അതാ നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് പണത്തോടുള്ള ആർത്തിയാ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ കേട്ട് ചന്ദ്രമതി തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. അവൾ ഒറ്റൊരുത്തി കാരണം ഇന്ന് എന്റെ അച്ഛൻ ഇവിടെ കിടക്കുന്നത്. രേവതി പലതവണ പറഞ്ഞിട്ടും അവളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. രേവതി പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്റെ അച്ഛൻ ഇവിടെ കിടക്കേണ്ട അവസ്ഥ വരുമായിരുന്നോ? ഇത് കേട്ടപ്പോ ചന്ദ്രമതി രേവതിയുടെ മുഖത്തോട്ട് തുറിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹോ നീയപ്പ എല്ലാം ഇവന് പറഞ്ഞു കൊടുത്തതായിരിക്കും. അവള് പറഞ്ഞു തന്നതിൽ എന്താ തെറ്റ്? എനിക്കറിയണം എന്റെ അച്ഛൻ എന്താ പറ്റിയതെന്ന്. അതറിയാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ രേവതിയെ കൊണ്ട് പറയിപ്പിച്ചതാ. അല്ലാതെ രേവതി എന്നോടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്കെന്തായാലും നിങ്ങളുടെ മനസ്സല്ല. നിർത്തി സച്ചി, നീ എന്തിനു ഇത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വർഷമോൾക്കൊരു തെറ്റുപറ്റി, അറിയാതെ സംഭവിച്ചതല്ലേ. അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടെന്താ കാര്യം? ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഓ പിന്നെ അവള് കൊച്ചുകുട്ടിയല്ലേ ഇതൊന്നും അറിയാതിരിക്കാൻ. എല്ലാത്തിലും അവൾക്ക് അതിബുദ്ധി ഉണ്ടല്ലോ. ഓടിങ്ങ് പോരാനും ഒന്നും ചിന്തിക്കാതെ ഓരോന്ന് പറയാനൊക്കെ. പിന്നെന്താ അവക്ക് ഇതില് മാത്രം ബുദ്ധിയില്ലാതെ പോയത്? അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ എല്ലാവരും നോക്കുന്നു, ഇത് ഹോസ്പിറ്റലാ. രേവതി, ആ ഒരു ധാരണ ഇവർക്കും കൂടി വേണ്ടേ? ഇവരുടെ ഭർത്താവല്ലേ ഒന്നില്ലെങ്കിൽ അവിടെ കിടക്കുന്നത്. എന്നിട്ട് അവരുടെ തന്നെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയവരെ ഊട്ടാഞ്ഞിട്ടാ ഇവർക്ക്. സച്ചേട്ടാ ഒന്ന് നിർത്ത്, എല്ലാരും നോക്കുന്നു. നോക്കട്ടെടി, അവൻ അമ്മയോട് കയർത്ത് സംസാരിക്കുന്നത് എല്ലാവരും കേൾക്കട്ടെ. അതിന് നിങ്ങൾ എന്റെ അമ്മയാണോ? ഇത് കേട്ടപ്പോ തന്നെ ഒരു നിമിഷം ചന്ദ്രമതി ഞെട്ടിയിട്ട് സച്ചിയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. എന്താ നിങ്ങൾ നോക്കുന്നത്? നിങ്ങൾ എന്റെ അമ്മയാണോന്ന്? എന്റെ മനസ്സിലൊരു അമ്മയുണ്ട്, പക്ഷെ ആ അമ്മ നിങ്ങളല്ല. ആ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനം നിങ്ങൾക്ക് തരുന്നുമില്ല. നിങ്ങൾ എന്നെ മകനായി കാണാത്തോടത്തോളം കാലം നിങ്ങൾ എനിക്ക് അമ്മയുമല്ല. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്ന് മുതലാ എന്റെ മകനാവാൻ ശ്രമിച്ചത്? കുഞ്ഞുനാള് മുതലേ നീ എനിക്കിഷ്ടമല്ലാത്ത ഓരോ പ്രവൃത്തികൾ ചെയ്താ വളർന്നത്. ഞാൻ പറഞ്ഞ പോലെയൊന്നും നീ ജീവിച്ചിട്ടില്ല. ലോ ക്ലാസ് പിള്ളേരുടെ കൂടെ മുഴുവൻ നടത്തം. ലോ ക്ലാസ് പിള്ളേർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നീ ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അവരുടെ മനസ്സിലൊക്കെ നന്മയുണ്ട്. അന്ന് എനിക്കുള്ള കൂട്ടുകാർ തന്നെയാ ഇന്നും എനിക്കുള്ളത്. ഞാൻ എന്തിനും ഏതിനും ഒന്ന് വിളിച്ച ഓടിയെത്തും ഇവര്. അങ്ങനെ ഒരു കൂട്ടുകാരി നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ പണക്കാരായി വളർത്തിയ നിങ്ങളുടെ മക്കൾക്കുണ്ടോ? സ്നേഹത്തോടൊന്ന് വിളിച്ച ഓടിയെത്താൻ പറ്റിയ ഏതെങ്കിലും കൂട്ടുകാർ അവർക്ക് രണ്ടുപേർക്കുണ്ടോ? ഒരിക്കലും പണം വെച്ച് മനുഷ്യനെ അളക്കരുത്. അങ്ങനെ അളക്കുമ്പോഴാ നിങ്ങളുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഇതേ ഒന്നും അറിയാത്ത എന്റെ അച്ഛൻ അവിടെ കിടക്കുന്ന കണ്ടില്ലേ? എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പണക്കാരി മരുമകളുണ്ടല്ലോ, മുന്നും പിന്നും നോക്കാത്ത അവളെ ഞാൻ ആ നിമിഷം കൊന്നേനെ. പിന്നെ നിനക്ക് അവളെന്ന് ശരിക്കും നോക്കാൻ പോലും പറ്റില്ല. ദേ, ഈ സച്ചി വിചാരിച്ച നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ആ സമയത്ത് ഡോക്ടറും സിസ്റ്റേഴ്സും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, എന്താ ഇവിടെ കുറെ നേരമായാലും നിങ്ങൾ തമ്മിൽ ബഹളം? ഇവിടെ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് വന്ന് പറഞ്ഞിട്ടാ ഞാനിത് അറിയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചാകണം, അല്ലാതെ ഒരു പബ്ലിക് പ്ലേസ് വെച്ച് ഇതുപോലെ ഇങ്ങനെ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇതെനി ആവർത്തിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, സോറി ഡോക്ടർ, ഞാനൊന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് വരാം. ഇതും പറഞ്ഞ് ഡോക്ടറും സിസ്റ്ററും ഒക്കെ അകത്തേട്ട് കയറുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഡോക്ടർ പുറത്തോട്ട് വരുന്നില്ല കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് സച്ചിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, സച്ചി മോനെ നീ ഒന്ന് ചോദിച്ചു നോക്ക്, എന്താ ഡോക്ടർ പുറത്തോട്ട് വരാത്തത്? ആ എനിക്കെങ്ങനെ അറിയാം? അയ്യോ ഒന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ആ സമയത്താണ് സുധി ഫോണിലോട്ട് വിളിക്കുന്നത്. അപ്പൊ ചന്ദ്രമതി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ആ അമ്മേ, അവിടുത്തെ കാര്യം എന്തായി? എന്താവാനാ മോനെ? ഒന്നും ആയിട്ടില്ല, നീ ഒന്ന് ഇങ്ങോട്ട് വാ.
അത് പിന്നെ അമ്മേ, എന്റെ ആവശ്യം അവിടെ ഉണ്ടോ? അതെന്താ ഇല്ലാത്തത്? നിങ്ങളുടെ അച്ഛനല്ല അകത്ത് കിടക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ? ആ സമയത്ത് ഇതൊക്കെ ലൗഡ് സ്പീക്കർ ഇട്ട് ശ്രുതിയും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെ കണ്ണോണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, പോവാൻ പറ്റില്ല എന്നുള്ള മട്ടില്. അപ്പോ ശ്രുതി പറയുന്നുണ്ട്, അമ്മ അത് പിന്നെ എനിക്ക് നല്ല തലവേദന, അവിടെ വന്നു നിന്നാ ചിലപ്പോൾ അധികമാവും. ആണോ? എങ്കിൽ പിന്നെ നീ റെസ്റ്റ് എടുത്തോ, ഇവിടെ തൽക്കാലം സച്ചിയുണ്ട്. പിന്നെ ശ്രീകാന്ത് അവിടെ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരാൻ പറ. ഇത് കേട്ടപ്പോ സച്ചി പറയുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് വരണ്ട, അവൻ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ അവന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും. അമ്മേ, സച്ചി എന്തൊക്കെയാ ഇത് പറയുന്നേ? അവൻ എന്തെങ്കിലും പറയട്ടെ, ശ്രീകാന്തിനെ കൂടി അച്ഛനല്ലേ, നീ അവനോട് ഇത് പറ. ആ ശരി അമ്മേ, എന്നാ പിന്നെ വെക്കുവേട്ടാ അമ്മേ. ആ ശരി. അത് കഴിഞ്ഞപ്പോ ശ്രുതി പറയുന്നുണ്ട്, ദേ നിങ്ങൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ശ്രുതി, എന്റെ അച്ഛനാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ഇവിടെ ഇപ്പോ ശ്രീകാന്ത് വർഷയൊക്കെ ഉണ്ടല്ലോ, അവർ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പൊക്കോട്ടെ. അയ്യോ, അവർക്കതിന് പോകാൻ പറ്റില്ല, സച്ചി അവരെ കാണാൻ കാത്തിക്കുക, അവർ ശരിപ്പെടുത്താൻ. ഇനി എന്തൊക്കെ ഉണ്ടാവോ ആവോ. അല്ല, ഈ വിവരം വർഷ അറിഞ്ഞില്ലേ? അവൾ അറിഞ്ഞില്ലെന്നാ തോന്നുന്നത്. എങ്കിൽ പിന്നെ അവളെ അറിയിക്കണം. അവൾ ഒറ്റയൊരുത്തി കാരണ അച്ഛനിപ്പോ ഹോസ്പിറ്റലായത്. അത് ശരിയാ, ആ പെണ്ണ് ഓരോന്ന് ചെയ്തു വെക്കുന്നതാ എല്ലാത്തിനും കാരണം. എങ്കിൽ പിന്നെ നമുക്കത് ചെന്ന് പറഞ്ഞാലോ? പറയാം വാസുദി. ഓക്കെ. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഡോക്ടർ ആണെങ്കിൽ റൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ തന്നെ സർച്ച് വെക്കുന്നുണ്ട്, ഡോക്ടർ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ അല്ലേ ഇപ്പൊ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അച്ഛൻ എന്താ പറ്റിയത്? നിങ്ങൾ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ, അതിന് മാത്രം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോ തന്നെ ചന്ദ്രമതി ആകെ കുഴഞ്ഞു പോവാണ് കേട്ടോ. ഡോക്ടർ, എന്റെ രവിയേട്ടനെ രക്ഷിക്കണം. അത് തന്നെയല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. പിന്നെ ഒരു കാര്യം, നേരത്തെ ഞാൻ കണ്ട പോലുള്ള വഴക്ക് ഇനി ആവർത്തിക്കരുത്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളല്ല അകത്ത് കിടക്കുന്നത്, അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക സമയം. ശരി. ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ സച്ചിയും ചന്ദ്രമതിയും രേവതിയും അകത്ത് കയറിയിട്ട് അച്ഛനെ കാണുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൃത്യസമയത്താണ് ശ്രീകാന്തിന്റെയും വർഷയുടെയും സൗണ്ട് നമ്മുടെ സച്ചി കേൾക്കുന്നത്. വർഷയുടെ സൗണ്ട് കേട്ട പാടത്തന്നെ സച്ചി ദേഷ്യം പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ രേവതിയും പുറത്തോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും ശ്രീകാന്ത് സച്ചിയെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ അച്ഛൻ എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? നിന്നോട് ഇവളൊന്നും പറഞ്ഞില്ലേ? ആ സമയത്ത് ശ്രീകാന്ത് വർഷയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ഞാനെന്താ ചെയ്തത്? ഹിടി, നീ എന്താ ചെയ്തതെന്നോ? നീ ഒറ്റൊരുത്തി കാരണ എന്റെ അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഈ സമയം രേവതി വന്നിട്ട് സച്ചിയെ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടാ, ഇത് ഹോസ്പിറ്റലാ, ഡോക്ടർ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? രേവതി ചേച്ചി, എന്താ അച്ഛന് പറ്റിയത്? അത് പിന്നെ ശ്രീകാന്ത്, അച്ഛന് ശ്വാസതടസ്സം വന്നിട്ടുണ്ട്, ഇപ്പൊ അധികമായെന്നാ ഡോക്ടർ പറയുന്നത്. അയ്യോ, എന്നിട്ട് ഇതാരും എന്താ നേരത്തെ വിളിച്ച് പറയാതിരുന്നത്? എന്നോടിപ്പോ സുധിയേട്ടനും ശ്രുതിയേച്ചിയും പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത്. എന്തിനാടാ നീ അറിയുന്നത്? കൊല്ലാൻ നോക്കിയവളെ കൂട്ടി എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? എന്തൊക്കെയാ സച്ചേട്ടി ഈ പറയുന്നത്? ഇവളാന്നടാ നമ്മുടെ അച്ഛൻ ഈ അവസ്ഥയിലാക്കിയത്. വർഷയോ? എന്താ വർഷം നീ ചെയ്തത്? എനിക്കറിയില്ല, ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? ദേ വർഷേച്ചി, ഇയാളെ മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ചോണ്ടായിരിക്കും ഇയാൾ തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നത്. വർഷേ, ഒന്ന് നിർത്തുന്നുണ്ടോ? നീ എന്റെ ഭർത്താവിന് എന്തും പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടു നിൽക്കുന്നു കരുതണ്ട. ചേച്ചി, ഞാൻ ഒന്നും പറയണ്ട. നീ കാണിച്ച അശ്രദ്ധ കൊണ്ട് തന്നെയാ അച്ഛൻ ഇപ്പൊ ഈ അവസ്ഥ വന്നത്. ചേച്ചി, ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇതിനോട് ഞാൻ പറഞ്ഞതല്ല വർഷേ, കൊതുകിനെ കൊല്ലുന്ന സ്പ്രേ അടിക്കരുതെന്ന്. അയ്യോ, ഞാനത് അടിച്ചതുകൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചേ? വർഷേ, നീ എന്താ ചെയ്തത്? അച്ഛൻ ഇതൊന്നും പറ്റില്ലെന്ന് നിനക്കറിയില്ലേ? ശ്രീകാന്ത്, ഞാൻ ആ നിമിഷം അത് ഓർത്തില്ല. ഇവളെ ഓർക്കില്ലല്ലോ. ഇവളെ എന്നിവിടെ വലതുകാലം വെച്ച് കയറിയോ അന്നു മുതൽ തുടങ്ങിയതാ അച്ഛൻ ഓരോ അസുഖം. ഇവളെ ഞാനിന്ന്. ആ സമയത്ത് തന്നെ ചന്ദ്രമതി വരുന്നുണ്ട്. സച്ചി, സ്റ്റോപ്പ്, എന്താണ് നീ കാണിക്കുന്നത്? നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഇവളെ ഞാൻ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചിട്ട് പ്ലീസ്, ഇവളിതൊന്നും അറിയാതെ ചെയ്തതല്ലേ, അല്ലാതെ മനഃപൂർവ്വം ഒരിക്കലും വർഷ അച്ഛനെ കൊല്ലാൻ നോക്കില്ല. എനിക്ക് തെറ്റുപറ്റി പോയതറിയാതെ. ആ സമയത്ത് ചന്ദ്രമതി വർഷയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ല മോളെ, ദേ ഇപ്പൊ തന്നെ രവിയേട്ടന് അധികമാണെന്നാ പറയുന്നത്. എന്നെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാത്തിനും കാരണം ഈ രേവതി ഒറ്റയൊരുത്തിയ. അവള് മോളുടെ കയ്യിൽ നിന്ന് തട്ടിമറിച്ച് വാങ്ങണമായിരുന്നു. കൊള്ളാം, ഇനി അത് രേവതിയുടെ തലയിലോട്ടിത്. നിങ്ങൾക്ക് നാണമില്ലല്ലോ നിങ്ങളുടെ ഭർത്താവിനെ ഈ അവസ്ഥയിലാക്കിയവളെ ചേർത്ത് നിർത്തി രക്ഷിക്കാൻ നോക്കിയവളെ തള്ളി പറയാൻ. നിങ്ങൾ പണത്തോടാർത്തിയുള്ളൊരു സ്ത്രീയാ. പണം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്നേഹം വാരിക്കൂരി കൊടുക്കും. ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ ഇവളെ ഞാൻ വെറുതെ വെക്കില്ല. അത് ഈ സച്ചിയാ പറയുന്നത്, നോക്കിക്കോ. ഇതൊക്കെ കേട്ടിട്ട് വർഷക്കാകെ പേടിയാവാനായിട്ടോ. വർഷം നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ പറഞ്ഞില്ലേ വർഷക്ക് അറിയാതെ സംഭവിച്ചതാണെന്ന്. ആ കുട്ടിക്ക് ഇത് അറിയായിരുന്നെങ്കിൽ ഒരിക്കലും വർഷം ഇങ്ങനെ ചെയ്യില്ല.
നന്നായിട്ടുണ്ട്. നീയും കൂടെ അവളെ സപ്പോർട്ട് ചെയ്യ്. എല്ലാരും സപ്പോർട്ട് ചെയ്ത് അവളെ തലയിലെടുത്ത് വെക്ക്. എടാ എന്താ നോക്കി നിൽക്കുന്നത്? ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങി പോവാൻ നോക്ക്. നിങ്ങളൊന്നും എന്റെ അച്ഛനെ കാണാൻ ഞാനൊട്ട് സമ്മതിക്കത്തില്ല. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, നിന്നെ പോലെ തന്നെ ശ്രീകാന്തിനും കാണാൻ അവകാശമുണ്ട്. അവന്റെ കൂടി അച്ഛനാണത്. ആ സമയത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രമതിയുടെ മുഖത്തോട്ട് സച്ചി നോക്കുകയാണ്. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ്. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിന്റെ ബാക്കി ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.